ഐസ്ക്രീമിന് ഒരു ATM മെഷീൻ വന്നു. അതല്ല നമുക്ക് തീരുമാനിക്കാം എത്ര വേണം. പിന്നെ മെഷീൻ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആണ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഐസ്ക്രീമിൻ്റെ ഒരു ATM മെഷീനാണ്. നമ്മളിപ്പോൾ പൈസ കിട്ടുന്ന ATM കണ്ടിട്ടുണ്ടാവായിരിക്കും, പക്ഷേ ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ ഒബ്രോൺ മാളിൽ ഐസ്ക്രീമിൻ്റെ ഒരു ATM മെഷീൻ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് തന്നെ സെൽഫ് സർവീസ് ആയിട്ട് ഇഷ്ടമുള്ള ഫ്ലേവർ, ഇഷ്ടമുള്ള ടൈപ്പിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം മെഷീനിലേക്ക് പോകുന്നു. ടച്ച് സ്ക്രീനാണ്. അതിൽ നമുക്ക് വേണ്ട ഫ്ലേവർ, അതിൽ വേണ്ട ആഡ് ഓൺസ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് ഓരോന്നിനും എൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതിനെ നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചോയ്സ് ആട്ടോ. അതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് തീരുമാനിക്കാം എത്ര വേണം, എത്ര ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളതെല്ലാം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ATMൽ ക്യാഷ് എടുക്കുന്ന പോലെ തന്നെ ഒരു പ്രൊസീജിയറാണ് ഇവിടെയും ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമുക്ക് UPIയിൽ മണി ട്രാൻസ്ഫർ, നമുക്ക് UPIയിൽ പേ ചെയ്യാനായിട്ട് അതിൻ്റെ സ്കാൻ ചെയ്യേണ്ട QR കോഡ് വരും. അപ്പോൾ നമ്മൾ മൊബൈൽ നോർമലി നമ്മൾ എല്ലായിടത്തും പോയിട്ട് ഗൂഗിൾ പേ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ആയി കഴിഞ്ഞു. പേയ്മെൻറ്റ് അടച്ച ഉടനെ തന്നെ മെഷീൻ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു കപ്പ് എടുക്കുന്നു. അതിനുശേഷം കപ്പിലേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഓരോരോ ഐറ്റംസ് ആയിട്ട് ആ ഓർഡറിൽ കറക്റ്റ് അതിൻ്റെ മുന്നേക്ക് വന്ന് അതിൻ്റെ ആ കറക്റ്റ് ക്വാണ്ടിറ്റി അത് ഫില്ല് ചെയ്യുന്നു. ആദ്യമായിട്ട് ഫില്ല് ചെയ്ത് ഇതുപോലെ ഐസ്ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും പതുക്കെ നീങ്ങി സൈഡിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാമെന്നൊന്ന് നോക്കാം. അടുത്ത് ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ ഒരു സിറപ്പ്. ഞാൻ സെലക്ട് ചെയ്തത് സ്ട്രോബെറിയാണ്. അപ്പോൾ സ്ട്രോബെറി സിറപ്പാണ് ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് അവർ ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ടോപ്പിങ്സ് കൊടുക്കുന്നുണ്ട്. ടോപ്പിങ്സൊക്കെ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റംസ് എല്ലാം അവർ അതിൻ്റെ മുകളിലേക്ക് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് അവർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, വളരെ പെട്ടെന്ന് തന്നെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഇതിന് മുന്നിലേക്കും പോയിട്ട് അത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ ക്വാണ്ടിറ്റി അതിലേക്ക് അവർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ക്യാഷൊക്കെ വരുന്ന പോലെ തന്നെ സൈഡിലായിട്ട് ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ട് നമുക്കത് എടുക്കാനായിട്ട് അവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്കത് എടുക്കാം. അതിൻ്റെ മുകളിൽ തന്നെ സ്പൂൺസ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് സ്പൂൺസ് എടുത്തിട്ട് കഴിച്ചു തുടങ്ങാം. ഞങ്ങൾ ഈ ഓർഡർ ചെയ്തതിൻ്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രീമി ടേസ്റ്റ് ആയിരുന്നു. അതായത് നമുക്ക് നോർമലി ഇപ്പോൾ മെക്ഡിയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സോപ്പ് സെർവ് പോലല്ല, കുറച്ചുകൂടി ടേസ്റ്റി ആയിരുന്നു, വെറൈറ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ